ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇഗ്നോയുടെ കഴിഞ്ഞ വർഷം നടന്ന കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ചാപ്റ്റർ വൈസായിട്ടാണ് ഞാനിവിടെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ യൂണിറ്റ് 5 പ്രൈസിങ് ദി ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏത് ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ബേസിൽ സ്റ്റോർ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ മൊത്തം വായിക്കുന്നില്ല. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. നമുക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ ഫോമാറ്റിൽ നിങ്ങൾ ആദ്യം വരച്ച് വയ്ക്കുക. അപ്പം ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഫോമാറ്റിൽ എഴുതി പോകാം. അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോമാറ്റിൽ അതായത് 4 കോളം ആണുള്ളത്. ഡേറ്റ് കോളം, റിസിപ്റ്റ് കോളം, ഇഷ്യൂ കോളം, പിന്നെ ബാലൻസ് കോളം. റിസിപ്റ്റ് കോളം ഇഷ്യൂ കോളത്തിനും 4 സബ് കോളം ഉണ്ട്. അതായത് GRN നമ്പർ, ഗുഡ്സ് റിസിപ്റ്റ് നമ്പർ, പിന്നെ ക്വാണ്ടിറ്റി, പിന്നെ റേറ്റ്, എമൗണ്ട്. ഇഷ്യൂവിന് അതുപോലെ മെറ്റീരിയൽ റിസിപ്റ്റ് നമ്പർ ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, റേറ്റ് ഉണ്ട്, എമൗണ്ട് ഉണ്ട്. പിന്നെ ബാലൻസ് കോളത്തിനും 3 കോളം സബ് കോളം ഉണ്ട്, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ജൂലൈ 4 എന്ന് പറയുന്നത് ജൂലൈ 1, ഡേറ്റ് കോളത്തിൽ ജൂലൈ 1 എന്ന് എഴുതുക. ജൂലൈ 1 ട്രാൻസാക്ഷൻ ഒന്നുമില്ല, അത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ആ ഓപ്പണിംഗ് സ്റ്റോക്ക് ബാലൻസ് കോളത്തിൽ ക്വാണ്ടിറ്റിയിൽ 1000 എഴുതുക, റേറ്റിൽ 40 എഴുതുക, എമൗണ്ട് കോളത്തിൽ 40,000 എഴുതുക. അതായത് എമൗണ്ട് എല്ലാത്തിൻ്റെയും എമൗണ്ട് കോളം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആണ്. ഓക്കെ, അത് എഴുതി കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഡേറ്റ് കോളത്തിൽ ജൂലൈ 4 എഴുതുക. ജൂലൈ 4 ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 400 ക്വാണ്ടിറ്റി മെറ്റീരിയൽ റിസീവ് ചെയ്തു എന്നാണ്. അപ്പോൾ ആ റിസിപ്റ്റ് സൈഡിൽ റിസിപ്റ്റ് കോളത്തിൽ ക്വാണ്ടിറ്റി കോളത്തിൽ 400 എഴുതുക, റേറ്റിൽ 42 എഴുതുക. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 16,800. പിന്നെ ആ ഒരു സംഭവം അതായത് ബാലൻസ് കോളം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ബാലൻസ് കോളം ആ 1000 പ്രീവിയസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടല്ലോ, 1000 അതേപോലെ താഴെ എടുത്തെഴുതുക. 1000, 40, 40,000. പിന്നെ ഈ റിസിപ്റ്റ് കോളത്തിലെ 400 ആ ബാലൻസ് കോളത്തിൽ എഴുതുക. 400, 42, 16,800. ഇനി 6-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഡേറ്റ് കോളത്തിൽ ജൂലൈ 6 എന്ന് എഴുതുക. അതെന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ് 1200. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് 1200 ഇഷ്യൂ കോളത്തിൽ എഴുതണം. പക്ഷെ ഒറ്റയടിക്ക് 1200 എഴുതരുത്. ആദ്യം നമ്മൾ ഇത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ആയതുകൊണ്ട് ഇവിടുത്തെ ഫസ്റ്റ് ലോട്ട് എന്ന് പറയുന്നത് ബാലൻസ് കോളത്തിൽ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലോട്ട് എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ 1000 ആണ് നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്യൂ കോളത്തിൽ 1000, 40, 40,000 എന്ന് എഴുതുക. അപ്പോൾ 1200 ആണല്ലോ ഇഷ്യൂ ചെയ്യേണ്ടത്. ഇനി 200 ഇഷ്യൂ ചെയ്യേണ്ടേ. അപ്പോൾ 200 സെക്കൻഡ് ലോഡ് 400 എന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് കോളത്തിൽ ബാലൻസ് 200, 42, 8,400. ഇനി അടുത്തത് 8-ാം തീയതി. 8-ാം തീയതി എന്ന് പറയുന്നത് ഒരു ഗുഡ്സ് റിസീവ് ചെയ്തതാണ് 1600. അത് ക്വാണ്ടിറ്റി റിസിപ്റ്റ് കോളത്തിൽ ക്വാണ്ടിറ്റി സൈഡിൽ 1600 എഴുതുക. 48, 76,800. പിന്നെ നമ്മൾ അതേപോലെ ബാലൻസ് കോളത്തിൽ പ്രീവിയസ് ബാലൻസ് 200 എടുത്ത് താഴെ എടുത്ത് എഴുതുക. പിന്നെ ഈ കറൻറ്റ് റിസീവ് ചെയ്ത ക്വാണ്ടിറ്റി 1600, 48 എഴുതുക. അപ്പോൾ അവിടെ 2 ലോട്ടുണ്ട്, 200ഉം 1600ഉം. ഇനി 9-ാം തീയതി ഒരു ഇഷ്യൂ ആണ്, അത് 1000 ആണ്. അപ്പോൾ ഒറ്റയടിക്ക് 1000 ഇഷ്യൂ ചെയ്യാനില്ല. അപ്പോൾ ഫസ്റ്റ് ലോട്ട് 200 ഇഷ്യൂ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ലോട്ട് 1600 നിന്ന് 800 ഇഷ്യൂ ചെയ്യുക. 48 എന്ന് പറയുന്നത് സെക്കൻഡ് ലോട്ട് 1600 നിന്നാണല്ലോ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റാണ് എഴുതേണ്ടത് 48. ഓക്കെ, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എമൗണ്ട് കോളത്തിൽ എഴുതുക. ബാലൻസ് കോളത്തിൽ അപ്ഡേറ്റ് ചെയ്യുക. ബാലൻസ് കോളത്തിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 800 ആണ് വരുന്നത്. ഒരു ലോട്ടേ ഉള്ളൂ, 800, 48. അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി അടുത്തത് 13-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 600 ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മളവിടെ ക്വാണ്ടിറ്റി സൈഡിൽ ഒരു ലോട്ടല്ലേ ഉള്ളൂ. അപ്പോൾ 800 നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 600, 48. ഓക്കെ, ഇനി ബാലൻസ് കോളത്തിൽ 800 നിന്ന് 600 പോയി 200. അപ്പോൾ 200, 48, 9,600 എമൗണ്ട് കോളം. ഇനി 24-ാം തീയതി ഒരു റിസിപ്റ്റ് ആണ്. അപ്പോൾ അത് ക്വാണ്ടിറ്റീസിൽ 1000 എഴുതുക. റിസിപ്റ്റ് കോളത്തിലെ ക്വാണ്ടിറ്റീസിൽ 1000 എഴുതുക. 50, 50,000. പിന്നെ നമ്മൾ ബാലൻസ് കോളത്തിൽ 2 ലോട്ട് അതായത് നേരത്തെ ബാലൻസ് 200 താഴെ എടുത്ത് എഴുതുക. 200, 48, 9,600. പിന്നെ കറൻറ്റ് റിസീവ് ചെയ്ത ക്വാണ്ടിറ്റി 1000 എഴുതുക. 50, 1000, 50, 50,000. പിന്നെ 28-ാം തീയതി ഒരു ഇഷ്യൂ ആണ് 1000. അപ്പോൾ ഫസ്റ്റ് ലോട്ട് 200 നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. 200, 48, 9,600. പിന്നെ 1000 ആണല്ലോ ഇഷ്യൂ ചെയ്യേണ്ടത്. 200 ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 800 ഉണ്ടല്ലോ, ആ 800 സെക്കൻഡ് ലോട്ട് 1000 നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. 800, 50, 40,000.
അപ്പോൾ ബാലൻസ് കോളം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ. അത് 200 മൊത്തം നമ്മൾ ഇഷ്യൂ ചെയ്തു. അപ്പോൾ അവിടെ അതില്ല. പിന്നെ 1000 ആണ്. 1000 നിന്നാണ് 800 ഇഷ്യൂ ചെയ്തത്. 1000 നിന്ന് 800 ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് 200 ഉണ്ട്. 200 ബാലൻസ് കോളത്തിൽ എഴുതേണ്ടത്. 250 10,000. അപ്പോൾ 250 10,000 എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. 250 10,000 നമ്മൾ താഴെ എടുത്ത് എഴുതണം. ക്ലോസിംഗ് സ്റ്റോക്ക് 200 യൂണിറ്റ്സ് @50 10,000 എന്ന്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് ക്ലിയർ ആക്കി തരാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് ഓൺ മെത്തേഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം വരുന്ന മെറ്റീരിയലാണ് നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് കോളത്തിൽ ഒന്നും കൂടി പറയാം അവസാനം. ഈ ബാലൻസ് കോളത്തിൽ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്കാണ് 1000, പിന്നെ സെക്കൻഡ് 1000ഉം 400 റിസീവ് ചെയ്തതും. പിന്നത്തെ ബാലൻസ് കോളം നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് 200 പിന്നെ സെക്കൻഡിൽ 1600 ഈ 1600 കിട്ടിയതും കൂടി ബാലൻസ് കോളത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ 9-ാം തീയതി ഇഷ്യൂ ചെയ്തത് 800 ഫസ്റ്റ് ലോട്ട് 200 ഇഷ്യൂ ചെയ്യുന്നു. പിന്നെ 1600 ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ ബാലൻസ് 800. പിന്നെ 600 ഇഷ്യൂ ചെയ്യുന്നു. അത് 800 നിന്നാണ് ബാലൻസ് 200. പിന്നെ ഒരു 24-ാം തീയതി ഒരു റിസിപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ബാലൻസ് കോളത്തിൽ 200ഉം 24-ാം തീയതി കിട്ടിയ 1000. അപ്പോൾ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് 200 യൂണിറ്റ് 50 രൂപ റേറ്റിൽ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക്സ്.